കമൽഹാസൻ നയിക്കുന്ന മക്കൾ നീതി മയ്യം DMK കോൺഗ്രസ് ഇടത് സഖ്യത്തിന്റെ ഭാഗമാകും. ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സഖ്യത്തിൽ ചേരുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ധാരണയായത്. കമൽഹാസൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാകില്ല എന്നതാണ് ശ്രദ്ധേയം. പകരം തമിഴ്നാട്ടിൽ നിന്നും അടുത്തതായി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ കമൽഹാസനെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മുൻപ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് നടൻ കമൽഹാസൻ അറിയിച്ചിരുന്നതാണ്. മക്കൾ നീതി മയ്യം പാർട്ടിയുടെയും നേതാക്കളുടെയും ഭാരവാഹികളുടെയും യോഗത്തിൽ വെച്ചാണ് ഇപ്രകാരം അറിയിച്ചിരുന്നത്. കോയമ്പത്തൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ആയിരിക്കും മത്സരിക്കുകയെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. കമലിന്റെ പാർട്ടി ഇതിനകം ഭരണകക്ഷിയായ DMKയുമായി സഖ്യത്തിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായേക്കും ജനവിധി തേടുക എന്നുള്ള രീതിയിലായിരുന്നു അഭ്യൂഹങ്ങൾക്കും ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കും ഒടുവിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയാണ് താൻ DMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേർന്നതെന്നായിരുന്നു കമലിന്റെ പ്രതികരണം. ഞാൻ മത്സരിക്കില്ല, രാജ്യത്തിനു വേണ്ടിയാണ് ഞാൻ DMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേർന്നത്, ഒരു സ്ഥാനത്തിനും വേണ്ടിയല്ല എന്നും കമൽഹാസൻ പറഞ്ഞു. കോൺഗ്രസ് ദേശീയ നേതാക്കൾ ചെന്നൈയിൽ വെച്ച് DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷം കമൽഹാസന്റെയും സഖ്യത്തിലെ മറ്റ് കക്ഷികളുടെയും സീറ്റിന്റെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. സഖ്യത്തിന് തന്റെ പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു. ചെന്നൈയിലെ DMK ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിനെ കണ്ട ശേഷം കമൽ ഇങ്ങനെ പറഞ്ഞു. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റിലും പുതുച്ചേരിയിലെ ഏക സീറ്റിലും കമൽഹാസൻ സഖ്യത്തിനു വേണ്ടി പ്രചരണം നടത്തും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ ഭാഗമായി 3 സീറ്റുകൾ വേണമെന്നായിരുന്നു മക്കൾ നീതി മയ്യത്തിന്റെ ആവശ്യം. 3 ഇല്ലെങ്കിലും പാർട്ടിയുടെ ടോർച്ച് ചിഹ്നത്തിൽ കോയമ്പത്തൂരിൽ നിന്നും മത്സരിക്കാനായിരുന്നു കമൽഹാസന്റെ ആഗ്രഹം. എന്നാൽ കോയമ്പത്തൂർ CPMന്റെ സിറ്റിംഗ് സീറ്റായത് കമലിന്റെ പ്രതീക്ഷകൾക്ക് വിലങ്ങുതടിയായി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ സാധിച്ച സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. സംസ്ഥാനത്ത് ആകെയുള്ള 39 സീറ്റുകളിൽ 38 സീറ്റുകളായിരുന്നു DMK നയിക്കുന്ന സഖ്യം നേടിയത്. DMK 20, കോൺഗ്രസ് 8, CPM 2, CPI 2, VCK 2, മുസ്ലിം ലീഗ് 1, IJK 1, KMDK, MDMK 1 എന്നിങ്ങനെയായിരുന്നു വിജയിച്ച പാർട്ടികളുടെ കക്ഷിനില. തേനിയിൽ മാത്രമായിരുന്നു സഖ്യത്തിന് പരാജയം നേരിടേണ്ടി വന്നത്. അതേസമയം സിനിമയിലെ പ്രമുഖർക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു പതിവ് DMKക്കുണ്ട്. പാർലമെന്റിലേക്ക് നേരത്തെ നെപ്പോളിയൻ അടക്കമുള്ളവരെ DMK സീറ്റ് നൽകി വിജയിപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രി വരെ ആയിട്ടുമുണ്ട്. ഈ അടുത്ത കുറച്ചു കാലങ്ങളായി സിനിമാ മേഖലയിൽ നിന്നും പ്രമുഖരായ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ ഒരു വാർത്തയായിരുന്നു തമിഴ് സൂപ്പർ താരം വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചത്. ശക്തമായ പ്രതിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിൽ വിജയുടെ വരവ് പല ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. തമിഴക വെട്രി കഴകം TVK എന്നാണ് വിജയ് രൂപീകരിച്ച പാർട്ടിയുടെ പേര്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതോടെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നായിരുന്നു ആദ്യം ഉയർന്നു കേട്ട ചോദ്യം. എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യമിടുന്നതെന്ന് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിജയ് മത്സരിക്കാൻ സാധ്യതയുള്ള 2 മണ്ഡലങ്ങളുടെ പേരൊക്കെ പുറത്തു വന്നിരുന്നതാണ്. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് TVK പ്രവർത്തനം ശക്തമാക്കിയതാണ് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നത്. തൂത്തുക്കുടി, നാഗപട്ടണം മണ്ഡലങ്ങളിലാകും വിജയ് മത്സരിക്കുക എന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ നിരവധി പേർ തമിഴ്നാട്ടിലുണ്ട്. MGRും കരുണാനിധിയും ജയലളിതയുമാണ് ഇതിൽ തിളങ്ങിയത്. എന്നാൽ രജനീകാന്ത് തന്റെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വിജയകാന്ത് ആദ്യം തിളങ്ങിയെങ്കിലും പിന്നോട്ട് പോവുകയായിരുന്നു. ഈ വേളയിലാണ് നടൻ വിജയുടെ കടന്നുവരവ്. അതുപോലെ കഴിഞ്ഞ ദിവസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടിവേലു മത്സരിച്ചേക്കും എന്ന വാർത്തയും വന്നിരുന്നു. തമിഴിലെ പ്രമുഖനായ നടനാണ് വടിവേലു. വലിയൊരു ഇടവേള തമിഴ് സിനിമയിൽ എടുത്ത ശേഷം അടുത്തിടെയാണ് വടിവേലു സജീവമായി സിനിമയിലേക്ക് തിരിച്ചു വന്നത്. ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വാർത്ത നിഷേധിക്കാത്ത രീതിയിലായിരുന്നു വടിവേലു പ്രതികരിച്ചത്.
വടിവേലു കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാമന്നൻ എന്ന ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തിയത് DMK യുവജന വിഭാഗം നേതാവും തമിഴ്നാട് യുവജന സ്പോർട്സ് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ സൂചനകളുള്ള ചിത്രം എന്ന നിലയിൽ ഇപ്പോൾ വടിവേലുവിന്റെ മത്സര വാർത്ത സ്വാഭാവികം എന്ന രീതിയിലാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് തമിഴകം വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുമ്പോഴാണ്. DMK ചോദ്യം ചെയ്യാനില്ലാത്ത ശക്തിയായി വളർന്നിരുന്നു. പ്രതിപക്ഷമായ അണ്ണാ DMK പിളർന്നതോടെ കരുത്തു ചോർന്നു. BJP മുഖ്യ പ്രതിപക്ഷമാകാൻ ശ്രമിക്കുന്നു. വിജയ്ക്ക് പിന്നിൽ BJP ആണ് എന്ന് അണ്ണാ DMK നേതാക്കൾ ആരോപിച്ചിരുന്നു. ആര് വന്നാലും തമിഴ് മനസ്സ് മാറില്ലെന്ന് DMK പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തിരുന്നു.